ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനുള്ളത് പത്തിരിയും നല്ല ലിവർ കറിയും തേങ്ങാപ്പാലും ആയിരുന്നു. ഇവിടെ എല്ലാ പെരുന്നാളിനും വലിയ പെരുന്നാളിനായാലും ചെറിയ പെരുന്നാളിനായാലും ഞങ്ങൾ പത്തിരി ലിവർ കറിയാണ്. പിന്നെ ഉച്ചക്കൽക്കുള്ള പരിപാടിയാണ് സബോള അരിയലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ചായ തിളപ്പിക്കലായിരുന്നു. അങ്ങനെ സബോളൊക്കെ ഞാൻ ഫുൾ അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചൊക്കെ അരിയാണ്ടായിരുന്നു. അപ്പോഴേക്കും വാപ്പയും അനിയനും പള്ളിക്കൽക്ക് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. ആ ദിവസം ഇപ്രാവശ്യം പള്ളിയിൽ പോകാൻ പറ്റിയില്ല, നല്ല പനിയായിരുന്നു. അപ്പോൾ ഞാൻ വിട്ടയച്ചില്ല. അപ്പോഴേക്കും എൻ്റെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് അരിയൽ തക്കാളി എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കാനിരുന്ന് അപ്പോൾ കാമി ഉണ്ടായിരുന്നു, അവൾക്കും കൊടുത്ത് അങ്ങനെ ഇടക്കളെല്ലാം ഫിനിഷാക്കി വൃത്തിയാക്കിയിട്ട് പിന്നെ അതുകൊണ്ട് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കലായിരുന്നു. അവനക്ക് 5-6 ജോഡി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വയ്യാത്തതുകൊണ്ട് മോന് ആകെ ഒരു ജോഡി ഇട്ടിട്ടേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും തറവാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മാമ മാമി പിള്ളേർ ഉമ്മമ്മ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാ പെരുന്നാളിനും വരും കേട്ടോ. അവരെല്ലാ വീട്ടിലും പോയിട്ട് അവരെല്ലായിടത്തേക്കും വരും. അപ്പോൾ കാറിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവുള്ള വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കൽ. എല്ലാ വീട്ടിലേക്കും പോയിട്ട് എടുക്കും. ഉമ്മക്ക് 5 മക്കളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മളെ വീട്ടിലേക്ക് എത്താറവർ. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഫാമിലിയുടെ കുറവായിരുന്നു, അവർ ഗൾഫിലാണ്. അവർ നാളെ എന്തായാലും ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് എത്തും. പിന്നെ മാമ മോനും ഒക്കെ ഫോട്ടോ എടുക്കലായിരുന്നു. അങ്ങനെ അവർ പിന്നെ പോവാനായി. എനിക്ക് മാമയുടെ മോനെ തീരെ വീഡിയോയിൽ കിട്ടാറില്ല, അവൻ കളിക്കാൻ കുത്തിരിക്കണം. അപ്പോൾ ഇപ്രാവശ്യം പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെറുപെരുന്നാളിനായാലും വലിയ പെരുന്നാളിനായാലും നമ്മുടെ അയൽവാസിക്ക് നമ്മൾ ഫുഡ് കൊടുക്കും. അപ്പോൾ ഇതാണ് ഞാൻ പെരുന്നാളിന് കുളിച്ചിട്ടിട്ട ഡ്രസ്സ്. പിന്നെ അതൊക്കെ മാറ്റി നമ്മൾ അസൽ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉമ്മയാണ് ഉണ്ടാക്കുക, നമ്മളെല്ലാം അരിഞ്ഞു കൊടുത്താൽ മതി, ഉമ്മ ഉണ്ടാക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ചോറായിരുന്നു. അപ്പോൾ നമ്മളെ അയൽവാസിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പാത്രത്തിലേക്ക് ആക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.